കേരളം ഇനി UDF ഭരിക്കും. വെറുതെ അങ്ങ് ജയിച്ച് ഭരിക്കുകയല്ല. 100-ലേറെ സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലേറുന്നത്. മൂന്നാമതും അധികാരത്തിലെത്താമെന്ന പിണറായി വിജയൻ്റെ സ്വപ്നങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞു. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് തന്നെയാണ് ഈ റിസൾട്ട് വ്യക്തമാക്കുന്നത്. സതീശൻ പറഞ്ഞ 100-ലേറെ സീറ്റ് അത് UDF നേടിയിരിക്കുന്നു. ഒരു പക്ഷേ UDF-ലെ ആരും ഇത്രയേറെ വലിയ വിജയം പ്രതീക്ഷിച്ച് കാണില്ല, സതീശനൊഴികെ. അതുകൊണ്ട് തന്നെ VD സതീശൻ മാത്രമാണ് UDF-ൽ ഞങ്ങൾ 100-ലേറെ സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞത്. ആ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇനി ബാക്കിയാവുന്നുണ്ട്. നമ്മൾ ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, VD സതീശൻ 100-ലേറെ സീറ്റ് നേടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം പലതവണ പ്രകടിപ്പിച്ചു. രണ്ടാമതും പറഞ്ഞ ഒരാൾ താങ്കളാണ്. താങ്കളുടെ സെഫോളജിക്കൽ സ്കില്ല് വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ സതീശനെ പോലെ അല്പം ടെൻഷൻ അടിച്ചത് താങ്കൾ കൂടി ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. റിസൾട്ട് ടെൻഷൻ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞൊരു നമ്പറിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് വേണ്ടത്ര വിജയിച്ചില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അനലറ്റിക്കൽ സ്കില്ല് അതിന് ദൗർബല്യമുണ്ടെന്ന് തിരിച്ചറിയുക, കുറച്ചും കൂടെ പഠിക്കുക. ബേസിക്കലി ഇത് സമൂഹത്തെ പഠിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ ഒരു സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ് അത് പഠിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ UDF 100+ നേടും എന്ന് പറയുന്നതിൽ നമ്മളന്ന് പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അത് പറയുന്നത്. എന്താണ് കഴിഞ്ഞ കഴിഞ്ഞ 10 വർഷമായി എന്ന് പറയാൻ ശരിയായിരിക്കില്ല, കഴിഞ്ഞ ഒരു 3-4 വർഷമായി സവിശേഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. പിന്നെ ഡെമോഗ്രാഫിക് പാറ്റേൺ, അതിൽ വരുന്ന മാറ്റങ്ങൾ. ഞാൻ ഡെമോഗ്രഫി വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിലെ ഏജ് ബ്രേക്കപ്പുകൾ അത് വളരെ പ്രധാനമാണ്. ഈ 0 to 15, 15 to 30 ഇങ്ങനെയൊക്കെയുള്ള ഏജ് ഗ്രൂപ്പുകളുടെ പ്രൊപ്പോർഷൻ എത്രയാണ്, അവരുടെ തിങ്കിങ് പാറ്റേൺ എന്താണ്, ഇത്തരം സംഗതികളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ലീഡർഷിപ്പ് വളരെ പ്രധാനമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു ലീഡർ, പിന്നെ അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. 2021 എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു ലീഡർഷിപ്പ് ആവശ്യമുള്ള സമയത്ത് ഐ ആം ഹിയർ എന്ന് പറയാൻ സാധിച്ച മനുഷ്യരാണ് അദ്ദേഹം. കാരണം അത്രയും വലിയ ക്രൈസിസിലൂടെ പോകുന്നു, ഈ കോവിഡ് സംഗതികളൊക്കെ. അപ്പോൾ അപ്പോൾ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നൊരു സന്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു നേതാവായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടർ ഭരണം ലഭിച്ചത്. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യം നമുക്കറിയാം. വലിയൊരു ലീഡർഷിപ്പ് വാക്വം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ കാണുന്നത് പിണറായി വിജയൻ ഓഫ് കോഴ്സ് അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രി വരുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ ഘടകമായിട്ടുണ്ടാകാം. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അസാധാരണമായ സ്കില്ലുള്ള ആ മനുഷ്യൻ അതിൽ പരാജയപ്പെടുന്ന പല സന്ദർഭങ്ങളുണ്ടാകുന്നു. അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഹോം മിനിസ്ട്രി അത് ഏറ്റവും പഴികേട്ട, നിരന്തരം ദിനംദിനെ പഴികേൽക്കുന്ന ഒരു സംവിധാനമായി മാറുന്നു. പക്ഷേ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ സാധിക്കുക പാർട്ടി സെക്രട്ടറിക്കാണ്. കേരളത്തിൽ പക്ഷേ ആ പാർട്ടിയെ നയിക്കാൻ വന്നിരുന്ന ആൾ അതൊരു ദുരന്തമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഞാൻ ഒരുപാട് വട്ടം ഈ ഔട്ട് ഓഫ് ബോക്സ് അതേക്കുറിച്ച് പറഞ്ഞാണ്. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. CPIM അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു ഇലക്ട്രൽ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം MV ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ പത്രസമ്മേളനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ലീഡർഷിപ്പിൻ്റെ മെസ്സേജ് അവസാനിപ്പിച്ചിട്ട് മെച്ചം കിട്ടിയിട്ടില്ല. പിന്നെ ഏറ്റവും ഒടുവിലല്ലേ അവസാനിപ്പിക്കുന്നത്, ആളുകളൊരു തീരുമാനത്തിലെത്തിയതിന് ശേഷമാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ലോ. മെസ്സേജിങ് എന്ന് പറയുന്നൊരു സംഗതിയാണ്, പൊളിറ്റിക്കൽ മെസ്സേജിങ് എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ നിന്നുകൊണ്ട് ആരോടാണ് സംസാരിക്കുന്നത്? അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് മലയാളി എന്ന് പറഞ്ഞാൽ തൻ്റെ പാർട്ടി ക്ലാസ്സിൽ വന്നിരിക്കുന്ന വിധേയരായ പാർട്ടി കേഡർമാരാണ് എന്ന ഭാവനയിലാണ് അദ്ദേഹം എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, പാർട്ടി ക്ലാസ് വന്നിരിക്കുന്ന ഒരു കാറ്റഗറിയാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, അതിൽ അദ്ദേഹം വിജയിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം സംസാരിക്കുന്നത് മലയാളിയായ മനുഷ്യരോടാണ്. അതിന് ഈ പാർട്ടി ക്ലാസ്സിലെ ലാംഗ്വേജ് എടുത്ത് വീശിക്കഴിഞ്ഞാൽ അത് അശ്ലീലമായ അനുഭവമായി, അരോചകമായ അനുഭവമായി മാറും. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ വാർത്താ സമ്മേളനങ്ങൾ നിർത്തുക എന്നുള്ളതാണ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന, പാർട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരുപാട് സഖാക്കൾ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറ്റേ TK ഗോവിന്ദൻ രാജിവെച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ ഗോവിന്ദൻ മാഷോട് നേരിട്ടിത് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അദ്ദേഹത്തിന് മനസ്സിലാത്തതിന് വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ പാർട്ടിക്ക് വേണ്ടി സൈബർ പ്രചാരണം നടത്തുന്ന ആളുകളൊക്കെ ഇദ്ദേഹം ഈ പറയുന്നത് ഇതൊരു വലിയ സൈദ്ധാന്തിക സംഗതിയാണ് എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും തോന്നി ഇത് കൊള്ളാം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആന്തൂരിലെ അന്തോണിയോ ഗ്രാംഷിയാണ് ഞാനെന്ന് അദ്ദേഹത്തിനും തോന്നി. അത് ഈ പൊളിറ്റിക്കൽ മെസ്സേജിങ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ ഡെമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂത്ത് പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുക. അപ്പോൾ വലിയൊരു യൂത്ത് പ്രൊപ്പോർഷനുള്ള ഒരു സൊസൈറ്റി, അതിനകത്ത് ഇങ്ങനത്തെ ഒരു ഭാഷയിൽ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ പ്രധാനമാണ്. വലിയ തോതിൽ നമ്മൾ ഭരണരംഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർട്ടി രംഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് വാക്വം ഇടതുപക്ഷം വലിയ തോതിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ് ആസ് എഗൻസ്റ്റ് അപ്പുറത്ത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു മാസ്മരിക നേതൃത്വം. നമ്മളത് കാണും. വി.ഡി. സതീശൻ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഇലക്ഷനിലെല്ലാം അയാൾ വിജയിപ്പിക്കുകയാണ്. പക്ഷെ ഇപ്പുറത്ത് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇത് ആളുകൾ താരതമ്യം ചെയ്യും. ലീഡർഷിപ്പ് ഡെലിവറി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനമാണ്. അത് ഒരു കാലത്ത് പിണറായി വിജയൻ ഗംഭീരമായി അത് നടത്തിയിട്ടുണ്ട്. ലീഡർ എന്നുള്ള നിലക്ക് അതിൻ്റെ ഡിവിഡൻഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ പറയുന്ന ലീഡർഷിപ്പ് വാക്വം ഇടതുപക്ഷം സംഭവിക്കുകയും അപ്പുറത്ത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ലീഡർ എന്നുള്ള നിലക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു, ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്നു, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇത് നമ്മളെ കമ്പാരിസൺ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ നടക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡായ ഒരു സംഗതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്ന് വൈകുന്നേരം സംസാരിക്കുമ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എടുക്കാവുന്ന 1-2 പോയിന്റുകളാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. എന്നെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യം, അദ്ദേഹം പരാജയം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കനത്ത പരാജയമാണ് സംഭവിച്ചിരിക്കുന്നതെന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ചരിത്രപരമായ സന്ദർഭമാണ്. അടിത്തറ ഭദ്രം എന്നാണ് ഇവർ സാധാരണ പറയുക, അത് പറഞ്ഞിട്ടില്ല. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഗോവിന്ദൻ മാഷ് സാധാരണ പറയുക. 62 തവണ അദ്ദേഹം പറഞ്ഞു എന്നാണ് അത് ഡോക്യുമെൻ്റ് ചെയ്ത ആളുകൾ പറയുന്നത്. അതും അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പ് അഹെഡാണ്. പിന്നെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടില്ല, അതും ഒരു തിരിച്ചറിവായിരിക്കും. അതുകൊണ്ട് അവർ ശരിയായ വിശകലനത്തിലേക്ക് കടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നോക്കൂ, LDF എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന സംവിധാനം അസൂയാർഹമാം വിധം മികച്ച സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് 10 വർഷമായ ഒരു ഭരണത്തിലാണ്. എല്ലാ സംവിധാനങ്ങളുണ്ട്, ബുദ്ധിജീവികളുണ്ട്, വർഗ ബഹുജന സംഘടനകളുണ്ട്, വലിയ തോതിലുള്ള മാധ്യമ സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും സൈബർ ടീമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നാലോചിക്കുമ്പോൾ പിന്നെ അതിൽ 2 കാര്യങ്ങളാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 USP, വളരെ പ്രധാനപ്പെട്ട 2 സെല്ലിംഗ് പോയിൻ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പാർട്ടി സംഘടന തന്നെയാണ്. CPM എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ടി സംഘടനയാണ്. ലോകത്ത് എന്ത് സംഭവിച്ചാലും പാർട്ടി സംഘടന ഇൻടാക്റ്റ്, ഒരു കുഴപ്പമില്ലാതെ നിലനിർത്തുക എന്നുള്ള കാര്യത്തിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധിക്കും. അതാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഏരിയ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 1/2 ഡസൻ ഇടതുപക്ഷ MLA-മാർ അപ്പുറത്ത് പോയി മത്സരിച്ചൊരു തിരഞ്ഞെടുപ്പാണ്. ഇങ്ങനൊരു അനുഭവം മുമ്പുണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എൻ്റെ അടുത്ത് കൃത്യമായ കണക്കുകളിൽ എൻ്റെ ധാരണ അതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. 1/2 ഡസൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച മന്ത്രിമാരായ ആളുകൾ ഉൾപ്പെടെ 1/2 ഡസൻ ആളുകൾ അപ്പുറത്ത് പോയി മത്സരിക്കുകയാണ്, CPM-നെതിരെ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? അത് പാർട്ടി സംഘടനയുടെ പരാജയമാണ്. അത് ഭരണത്തിൻ്റെ പരാജയമല്ല, പിണറായി വിജയൻ്റെ പരാജയമല്ല. അത് പാർട്ടി സംഘടനയുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പരാജയമാണ്. അതിൻ്റെ ആഘാതം നമ്മൾ കാണുന്നുണ്ടല്ലോ. പയ്യന്നൂരിൽ തോൽവി ഉണ്ടാകുന്നു. ഏത് ദുസ്വപ്നത്തിൽ പോലും ഒരു സഖാവ്, കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പയ്യന്നൂരിൽ ഈ പാർട്ടി തോൽക്കുമെന്ന്, തളിപ്പറമ്പിൽ ഈ പാർട്ടി തോൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് CPM-നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. പയ്യന്നൂരിലെ തോൽവി, തളിപ്പറമ്പിലെ തോൽവി എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു തിരിച്ചടിയല്ല. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വരുന്ന തിരിച്ചടികളെ എളുപ്പം മറികടക്കാൻ CPM-ന് സാധിക്കും, ഇടതുപക്ഷത്തിന് സാധിക്കും. പക്ഷേ ഇത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വന്ന തിരിച്ചടിയല്ല, ഇത് പാർട്ടി സംഘടനയിൽ വന്നിട്ടുള്ള തിരിച്ചടിയാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം.
രണ്ടാമത്തെ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ USP എന്ന് പറയുന്നത് അവരുടെ മതനിരപേക്ഷ നിലപാടായിരുന്നു. നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ആ പരിപാടി അവർ അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ നേർവിപരീത ദിശയിൽ വർഗീയതയെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു വെഹിക്കിളാക്കുക, അതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ടൂളാക്കുന്ന അങ്ങേയറ്റം ആഭാസകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എത്രത്തോളം എന്ന് വെച്ചാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ താഴെയുള്ള സൈബർ സഖാക്കൾ വരെ ഒരേ പാറ്റേണിൽ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ നടത്തിയതുപോലെ വർഗീയ പ്രസ്താവനകൾ, കുറച്ചും കൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ. എന്തിനാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, മുസ്ലിം വിരുദ്ധമായ ഒരു മെസ്സേജിങ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, അവന്മാർ ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു അപരനെ സൃഷ്ടിച്ച് ഇപ്പുറത്ത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് സമാഹരിക്കാൻ പറ്റും എന്ന ഒരു രാഷ്ട്രീയ ധാരണയിൽ തീരുമാനിച്ചുറപ്പിച്ച് മുസ്ലിം വിരുദ്ധത നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിലാരൊക്കെയെന്ന് ചോദിച്ചാൽ, ഇവരുടെ ക്യാമ്പിലെ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട ആളുകൾ KK ശൈലജയുടെ വിജയത്തിന് വേണ്ടിയാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത്. നോക്കൂ, KK ശൈലജയെക്കുറിച്ച് ഇവരെല്ലാ ദിവസവും മഹത്വചനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസം വരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല KK ശൈലജ, അത് മനസ്സിലാക്കണം. സ്വരാജ് എന്താണ്, ബിംബവൽക്കരിക്കപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതീകമാണ്. അങ്ങേരെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പെഹൽഗാം ആക്രമണത്തിൽ ഉത്തരവാദികളായവരുടെ പിന്തുണയിലാണ് ഇവിടെ UDF മത്സരിക്കുന്നത്, നിലമ്പൂരിൽ ക്യാമ്പയിൻ നടത്തിയത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് വർഗീയതയാണ്, ഇത് ശുദ്ധ വർഗീയതയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വരാജിനെ സംഖ്യയാക്കിയേ, ശൈലജയെ സംഖ്യയാക്കിയേ എന്ന് പറഞ്ഞ് ആ പറയുന്നവരെ പൈശാചികവൽക്കരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിലാണ്. നോക്കൂ, കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും വലിയ അപ്രതീക്ഷിതമായ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അപ്രതീക്ഷിതമാണെന്ന്, പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. ഈ പാറ്റേണിൽ ഇത്തവണ ഏറ്റവും തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ജില്ല കോഴിക്കോട് ജില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിഗമനം ഉണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ നേതൃത്വം ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാവ് ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു M. മോഹനൻ. അങ്ങനെ ഒരിക്കൽ നടത്തിയ പ്രസ്താവന ഓർമ്മയുണ്ടോ? ഞാൻ റീസർച്ച് നടത്തി കണ്ടുപിടിച്ചൊരു കാര്യമെന്ന് പറഞ്ഞിട്ട് MEC7 എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളൊരു വ്യായാമ കൂട്ടായ്മ, അത് തീവ്രവാദ പദ്ധതിയാണ് എന്ന് ചുമ്മാ ആവേശത്തിൽ പ്രസംഗിക്കുകയല്ല, ഞാൻ റീസർച്ച് നടത്തി കണ്ടുപിടിച്ചതാണെന്നാണ് പറയുന്നത്. എളമരം കരീം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ളൊരു സ്ഥാപനമാണ് സിജി എന്ന് പറയുന്നത്. കരിയർ ഗൈഡൻസ്, മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്ന സിംഗിൾ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണത്. നോക്കൂ, ഏതാണ്ട് എല്ലാ മലയാളി മുസ്ലിം വീടുകളിലും ഏതെങ്കിലും നിലക്കുള്ള സിജിയുടെ ഒരു ബെനിഫിഷ്യറി ഉണ്ടാവും. അത്രയും വലിയ തോതിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതേക്കുറിച്ച് അദ്ദേഹം കോഴിക്കോട് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് എന്താ? അത് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. എളമരം കരീമാണ് പ്രസംഗിച്ചത്. ഇതേ കോഴിക്കോട് ജില്ലയിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് വന്നത്. ഒടുവിൽ കൗമിലക്കുട്ടി വരുന്നു. കൗമിലക്കുട്ടി എന്താ, ഒരാൾ മൈക്ക് കിട്ടി ആവേശത്തിൽ പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ അല്ലല്ലോ. ആ അനൗൺസ്മെൻറ്റ് എന്താണ്? അത് നേരത്തെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഫയലാണ്. അവിടെ എന്താ സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പ്ലേ ചെയ്യേണ്ട ഫയൽ നടുവിൽ വെച്ച് പ്ലേ ചെയ്തു പോയതാണ്. കാഫിർ സ്ക്രീൻഷോട്ട് പോലെ അവസാന ഘട്ടത്തിൽ പ്ലേ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫയൽ വരില്ലല്ലോ. ഇതൊരു സ്റ്റുഡിയോ റെക്കോർഡഡ് ഇതാണ്, വാചകമാണത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ മുസ്ലിം വിരുദ്ധത സൃഷ്ടിച്ച് അപ്പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം അത് പ്രയോഗിച്ച് ഇൻറ്റേർണലൈസ് ചെയ്യപ്പെട്ടു. ആന്തരികവൽക്കരിക്കുക എന്ന് പറയും. ഒരു കാര്യം നമ്മൾ ആന്തരികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് അറിയാതെ സംഭവിക്കും. അതാണ് CPM-ന് സംഭവിച്ചത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി മഹാനായി മാറുന്നത്, വെള്ളാപ്പള്ളി നവോത്ഥാന നായകനായി മാറുന്നത്. വെള്ളാപ്പള്ളിയെ നിങ്ങൾ നവോത്ഥാന നായകരാക്കരുത് എന്ന് പറയുന്നവരെ ഇവർ തീവ്രവാദിയാകുന്നു. ആ നിലയിൽ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇതാണ്. ഒന്നാമത്തത് പാർട്ടി സംഘടനയ്ക്കുണ്ടായിട്ടുള്ള വലിയ ദൗർബല്യം. രണ്ടാമത്തത് അവർ പുലർത്തി പോകുന്ന മതനിരപേക്ഷ നിലപാടുകൾ അത് സമ്പൂർണ്ണമായി കൈയൊഴിയുകയും മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടി മുസ്ലിം വിരുദ്ധതയെ ആശ്രയിച്ചു. അതിലൂടെ സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഔട്ട് ഓഫ് ഹൗസിൽ ഏറ്റവും അധികം ചൂണ്ടിക്കാണിച്ച വിഷയമാണ്, നിങ്ങൾ ഈ ആയുധം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഈ കളി കളിക്കാൻ അറിയുന്ന ആളുകൾ എന്താണ് അതിൻ്റെ പ്രോ വേർഷൻ അപ്പുറത്തുണ്ട്.
മുമ്പാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പെട്ടിയിൽ തന്നെ അത് വീഴുമെന്ന് വിചാരിക്കാമായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വോട്ടർ ബേസിനെ വർഗീയവൽക്കരിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണെന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പറ്റുന്ന ഘട്ടം കടന്നുപോയി. അതാണ് ഞാൻ ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഘട്ടം കടന്നുപോയി. അതിലവർ വീണു. അതൊന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുന്നു. അതിൻ്റെ തിരിച്ചടി അതിഗംഭീരമായി തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ മാത്രം പോയി വോട്ട് ചെയ്യുന്നതല്ല. ഇങ്ങനൊരു രാഷ്ട്രീയം ഇവിടെ വേണ്ട എന്ന് സാമാന്യമായി മലയാളി ചിന്തിക്കുന്നു. ഇങ്ങനൊരു രാഷ്ട്രീയം ഇവിടെ വേണ്ട എന്ന് സാമാന്യ മലയാളി ചിന്തിക്കുന്നു. ഇടതുപക്ഷത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല എന്ന് സാമാന്യ മലയാളി വിചാരിക്കുന്നു. ഇവരുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണത്തിൽ ആഹ്ലാദചകിതരാകുന്ന ആളുകളുണ്ടല്ലോ, അവരിവർക്ക് വോട്ട് ചെയ്യുന്നില്ല. അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത്? അവരപ്പുറത്ത് പോയിട്ട്, അവിടെ താമരയുണ്ട്, അവിടെ പോയി വോട്ട് ചെയ്യുകയാണ്. അതാണ് ചരിത്രപരമായ തിരിച്ചടി ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ഞാൻ അഗൈൻ പറയുകയാണ്, ഇന്നത്തെ ഗോവിന്ദമാഷ്ട പത്രസമ്മേളനം ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം വൻ പരാജയമുണ്ടായി എന്ന് സമ്മതിച്ചിരിക്കുന്നു. മറ്റേ കണക്കുകൾ, ശതമാന കണക്കുകൾ കൊണ്ടുവന്നിട്ടില്ല, അടിത്തറ കണക്കുകൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടി അവിടെയുണ്ട്. പാർട്ടി അവിടെയുണ്ട്. എത്ര സീറ്റാണ്? 38 സീറ്റ് എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ വഴിയിലാണ് കേരളത്തിലെ CPM എന്ന് പറയുന്നതൊക്കെ ഒരു അധിക വായനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അല്ല, ബംഗാളിൻ്റെ വഴിയിലല്ല. കേരളത്തിലെ പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. പക്ഷേ ഇതാണ് സംഭവിച്ചതെന്നും പ്രാഥമികമായി തിരിച്ചറിയാനും അത് സമ്മതിക്കാനും ഒരു സന്നദ്ധരാകണം. അല്ലാതെ ഈ അളിഞ്ഞ വർഗീയതയുമായിട്ട് ഇനി പോകരുത് എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. മുഖ്യമന്ത്രി കിതച്ചാണ് ജയിച്ചത്. മന്ത്രിമാരിൽ മിക്കവരും തോൽവി രുചിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയായിരുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചുമായിരുന്നു. അതെല്ലാം പൂർണ്ണമായും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ സൂചന തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് റിസൾട്ട്? അല്ല, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവരെങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിട്ടോ കൃത്യമായി അത് തന്നെയാണ് അവർ തോൽക്കാനുള്ള കാരണം. ഇപ്പോൾ നൗഫൽ പറഞ്ഞല്ലോ, വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്തോ ഞങ്ങൾ കൊണ്ടുവന്ന മഹത്തായ എന്തോ ഒരു വിപ്ലവ പ്രവർത്തനമാണ് എന്ന നിലയിൽ അതിനെ അവതരിപ്പിക്കുക. ആ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ റോഡും പാലവും അതുപോലെ തന്നെ സ്കൂളും ആശുപത്രി കെട്ടിടവും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ആ കടമ നിർവഹിക്കുന്നതിനെ ഞങ്ങളെന്തോ ലോകോത്തരമായൊരു സംഗതിയിലേക്ക് കേരളത്തെ മാറ്റിയിരിക്കുന്നു എന്ന നിലയിൽ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം വമ്പിച്ച PR സന്നാഹങ്ങളോടെ നടത്തുക. അതായത് റോഡും പാലവും പെട്ടിക്കടയും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നതും അതിൻ്റെ മഹാമേളവുമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വരുത്തുക. തരിമ്പ് പോലും ഇടതുപക്ഷ രാഷ്ട്രീയം പറയാതിരിക്കുക. തരിമ്പ് പോലും എന്ന് പറയണം. കാരണം ഇടതുപക്ഷം എന്ന് നമ്മളൊക്കെ കാലാകാലമായി മനസ്സിലാക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തിരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് പോലും യഥാർത്ഥത്തിൽ ഒരു അധികാരം പിടിച്ചെടുക്കുന്ന പ്രക്രിയയല്ല, അതൊരു സമര പ്രക്രിയയാണ്. അതൊരു അങ്ങനെ നേടുന്ന അധികാരം എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ മറ്റൊരു തുറയാണ്. അത് കേരളത്തെയോ അല്ലെങ്കിൽ രാജ്യത്തെയോ മാറ്റുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫലമല്ല അതുണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് ആത്യന്തികമായി അത് നമ്മൾ നേടിക്കഴിഞ്ഞു എന്നല്ല, അതിലൂടെയും പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതൊരു സാധ്യതയാണ്, അല്ലാതെ അധികാരം തന്നെയല്ല സാധ്യത. അത് മറ്റൊരു കാര്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ്, ഒരു പോരാട്ടത്തിനുള്ള സാധ്യതയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടതുപക്ഷം. എന്തുകൊണ്ടാണ് CPM ഇപ്പോഴും മാറ്റിയിട്ടില്ലാത്ത അവരുടെ ഒരു നയമുണ്ടല്ലോ, അതായത് കേന്ദ്രത്തിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഒരിക്കലും അത് സാധ്യതയില്ലാതെ പോയി. കേന്ദ്രത്തിൽ തങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു സർക്കാർ വരാതെ അധികാരത്തിൽ പങ്കാളിയാവില്ല എന്നൊരു നിലപാടെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു പാർട്ടിയാണ്, അല്ലാതെ കേരളത്തിലെ ഒരു പാർട്ടിയല്ലല്ലോ.
ഒരു നിലപാടെടുക്കുമ്പോൾ അത് കേരളത്തിനെങ്ങനെ, പശ്ചിമ ബംഗാളിനെങ്ങനെ, ഉത്തർപ്രദേശിനെങ്ങനെ, മഹാരാഷ്ട്രയ്ക്കെങ്ങനെ, മധ്യപ്രദേശിനെങ്ങനെ എന്ന് ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടി. ഇതൊരു ഓൾ ഇന്ത്യ പാർട്ടിയാണ് അല്ലേ? രാജ്യത്ത് വിപ്ലവം നടപ്പാക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ പാർട്ടി പരിപാടിയിലെ ഒന്നാമത്തെ കടമയായി കാണുന്നത്. രാജ്യത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തുക എന്നുള്ളതാണ്. ആ പാർട്ടി പരിപാടിയിലേക്ക് ഉള്ള പാർലമെൻ്ററി ഇതരവുമായിട്ടുള്ള നടപടികളാണ് ഈ പാർട്ടി കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കൂ നൗഫൽ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലെ എല്ലാ ഭീഷണികളോടും കേരളത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂപടത്തിൻ്റെ ഇങ്ങേയറ്റത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ചെരുവിൽ ഒരു ശബ്ദം ഉയരുന്നുണ്ട്. ആ ശബ്ദത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം, രാജ്യമേ നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാകേണ്ടിയിരുന്നു ഇത്. പകരം എന്താണ് സംഭവിച്ചത്? നമ്മളീ പറഞ്ഞ പോലെ വികസന മഹാമഹം എന്ന രീതിയിലുള്ള കുറേ സംഗതികൾ ചെയ്യുക, കുറേ സംഗതികൾ കൊട്ടിപ്പാടുക എന്ന് വേണം നമ്മളത് പറയുക. കൊട്ടിപ്പാടുക എന്നതിലുപരി ഒരു തരുമ്പും രാഷ്ട്രീയം ഉന്നയിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ആ രാഷ്ട്രീയം ഉന്നയിച്ചാൽ അവർക്ക് കേരളത്തിൽ നേടേണ്ടത് നഷ്ടപ്പെടും എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ ഇവിടെ ദാവൂദ് വിശദമായി അത് പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകല്ല. കാരണം എന്താ വെച്ചാൽ ആ രാഷ്ട്രീയം പറയണമെങ്കിൽ അവരിവിടെ പ്രയോഗിക്കുന്ന സ്ട്രാറ്റജി, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ട്രാറ്റജിയുമായി അത് ഒത്തുപോകില്ല. അതുകൊണ്ട് അത് അവർക്ക് മിണ്ടാൻ കഴിയില്ല. സംഘപരിവാറിനെതിരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം രാജ്യത്ത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പ്, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് കേൾപ്പിക്കാൻ, അങ്ങനെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ അവർ തയ്യാറായിട്ടേയില്ല. മറിച്ച് ചെയ്തതത്രയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിമിനെ അപരവൽക്കരിക്കുക എന്നതാണെന്നതിലേക്ക് മാറ്റിക്കളഞ്ഞു. അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിം എന്ന് പറയുന്നതാണ് വർഗീയത എന്നതിലുള്ള ഒരു നറേറ്റീവ് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം. അതിന് അവരെ എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രം ചില സംഘടനകളെ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളെ മുൻനിർത്തിയുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ലീഗ് എതിർപക്ഷത്തെ, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയും ജനാധിപത്യപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലീഗിനെ, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നിപ്പോൾ മതനിരപേക്ഷത നിലനിർത്തുന്നതിൽ വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തെ, ഒരു പാർട്ടിയെ വർഗീയമാണെന്ന് അവർ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ലീഗ് വർഗീയമാണെന്ന്. എം.വി. ഗോവിന്ദൻ്റെ പ്രസ്താവന ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ലീഗ് വർഗീയമാണെന്ന് പറയാൻ ഞങ്ങൾ അങ്ങനെ പറയില്ല എന്ന്. എപ്പോഴാണ് 2021 ശേഷം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പുനശ്ചിന്തനങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് അത് ആലോചിച്ച സമയത്താണത് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ആ ലീഗിനെയാണ് വർഗീയമായി ഈ തെരഞ്ഞെടുപ്പിൽ അവർ അവതരിപ്പിച്ചത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ഉയർത്തിപ്പിടിച്ച, അവർ പിന്തുടർന്ന നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം എന്താ പറയുക, ജനവിരുദ്ധവും മതേതര വിരുദ്ധവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഞാൻ വർഗീയം എന്നതിനേക്കാൾ മതേതര വിരുദ്ധം, മതനിരപേക്ഷ വിരുദ്ധം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന് അതുകൊണ്ട് തന്നെ അടിമുടി നേരിട്ടിട്ടുള്ള ഇത് ജനങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പശ്ചിമ ബംഗാളിലെ അവസ്ഥ ഇതിലേക്ക് ഇത് പോവില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അങ്ങനെ ആവുകയും ചെയ്യരുത്, നമ്മൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആവില്ല. പക്ഷേ പശ്ചിമ ബംഗാളിൽ അത്രയും പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചതിൻ്റെ സൂചന, അല്ലെങ്കിൽ അതിൻ്റെ അലേർട്ട് ഇവിടുത്തെ ജനങ്ങൾ ഈ 10 വർഷം കൊണ്ട് തന്നെ CPM നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 30 വർഷമോ 40 വർഷമോ കാത്തിരിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്കിതാ അതിനുള്ള സൂചന തരുന്നു, അതിനുള്ള പാഠം തരുന്നു എന്നാണ് കേരള ജനത പറഞ്ഞത് എന്ന് അവർ മനസ്സിലാക്കിയെങ്കിലും ചെയ്യണം. ഈ കാര്യങ്ങൾ അതാണ് നമ്മൾ എവിടെ കണ്ടത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്തെങ്കിലും സാഹചര്യമുണ്ടോ UDF വിജയിക്കാൻ? എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? തളിപ്പറമ്പിൽ N. സുകന്യ മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ LDF തന്നെ ജയിക്കുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനൻ മത്സരിക്കാതിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ പയ്യന്നൂരിൽ LDF തന്നെ ജയിക്കുന്നു. ആ 2 മണ്ഡലങ്ങളിലും CPM-നെതിരായ CPM-കാരുടെ വോട്ടാണ് UDF ജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. പയ്യന്നൂരിൽ ഫണ്ട് തിരിമറി എന്ന ആക്ഷേപം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ജനങ്ങൾ, അതിൻ്റെ അടിയിൽ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കടിയിൽ CPM അണികൾ ഒപ്പിട്ടിരിക്കുകയാണ്.
അവർ സിഗ്നേച്ചർ വച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യയ്ക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് MV ഗോവിന്ദൻ പ്രവർത്തിച്ചത് എന്ന TK ഗോവിന്ദന്റെ ആരോപണത്തിനിടയിൽ CPM അണികൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സംഭവിച്ചതാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ CPM എന്ന പാർട്ടിയോട് ജനങ്ങൾക്ക് അവമതിപ്പാണ്, അണികൾക്ക് അവമതിപ്പാണ്, അവരുടെ അണികൾക്ക് അവമതിപ്പാണ് ഈ നേതൃത്വത്തോട്. അത് തെളിഞ്ഞു കഴിഞ്ഞു. അവർ ഈ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു, നേരത്തെ ദാവൂദ് പറഞ്ഞു, അത് പൊതുവിൽ തന്നെ മലയാളികൾ അവരെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ പറ്റില്ല, ഈ രാഷ്ട്രീയം ഇവിടെ പറ്റില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയും മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളുടെ മാത്രം വെച്ചല്ല, മറ്റ് അനേകം മണ്ഡലങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ UDF-ലേക്ക് ചാഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ എത്രത്തോളം CPM-ന്റെ വോട്ടുകൾ മാറിയിട്ടുണ്ട് എന്നതും കൂടി പരിശോധിച്ച് വേണ്ടി വരും ഇത് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം നൗഫൽ, ഈ പറയുന്നത് മാത്രമല്ല, എല്ലാം തന്നെ എന്താ പറയുക, അടഞ്ഞ വ്യവസ്ഥയ്ക്കുള്ളിൽ അവരവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈക്കോ ചേംബറിലല്ല അവർ ഇരിക്കേണ്ടത്. അവർ അത് പുറത്ത് കടന്ന് അവർ ജനങ്ങളെ കേൾക്കണം. മാധ്യമങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ഇനി മാധ്യമങ്ങൾ അവരിഷ്ടം പോലെ പുച്ഛിച്ചോടൂ, ദാവൂദിനെയും എന്നെയും ഒക്കെ തെറി പറഞ്ഞ് നശിപ്പിച്ചോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ പ്രശ്നം എവിടെയാണ്? പ്രശ്നം അവർ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാവണം, അതിനുള്ള ചെവി ബാക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ ഇതിവിടെയൊന്നും നിൽക്കില്ല എന്ന് അവർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയത് BJP-യുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായ BJP ഇത്തവണ 3 സീറ്റ് നേടി തിരിച്ചു വന്നിരിക്കുകയാണ്. അതിൽ 2 സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ, 1 കൊല്ലത്ത്. തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എൻ്റെ ജന്മദൗത്യമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പേഴ്സണലി അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്നൊരു സമയമാണ്. പക്ഷേ എന്തുകൊണ്ട് അതുണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് ഈ കേരളീയ പൊതുമനസ്സിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 5-6 വർഷമായി വലിയ തോതിൽ നടക്കുന്നു. നമ്മൾ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഇത്തരം വർഗീയവൽക്കരണ ശ്രമങ്ങളെ പ്രതിരോധിക്കുവാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം പൊതുവെ മനസ്സിനെ വർഗീയവൽക്കരിക്കുന്നത് ഒരു സാമാന്യമായ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ അതിനെ എൻഗാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സംഘടനാപരമായി BJP എക്യുപ്ഡായി നിൽക്കുന്നു. എക്യുപ്ഡായി നിൽക്കുന്ന സ്ഥലത്ത് അവർ വിജയിക്കുന്നു. ഇപ്പോൾ ചാത്തന്നൂരിൽ ഇപ്പോൾ വിജയിച്ച മനുഷ്യൻ, അദ്ദേഹം ഇത് 3ാമത്തെ ടേമാണ് അവിടെ മത്സരിക്കുന്നത്. വളരെ ആളുകൾ അറിയുന്ന പോലുമില്ല ഇങ്ങനെ ചാത്തന്നൂരിൽ BJP നേതാവ് ജയിക്കുന്നു. പക്ഷേ അദ്ദേഹം അവിടെ വളരെ കാലമായി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സൂക്ഷ്മമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംഘടനാ സംവിധാനങ്ങളും എല്ലാം, സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അവർ സംഘടനാപരമായും സാമ്പത്തികമായും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലം അവർ കൊയ്യുന്നു. അതേസമയം കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷമടക്കം പങ്കാളികളായി നടത്തിയിട്ടുള്ള വർഗീയവൽക്കരണത്തിൻ്റെ ഡിവിഡൻറ്റും അവരെടുക്കുന്നു. ആ നിലയിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാവുന്നൊരു തെരഞ്ഞെടുപ്പാണിത്. സഭയിൽ അവരുടെ 3 അംഗങ്ങൾ ആദ്യമായിട്ടിരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ലോഞ്ചിങ് പാഡായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. BJP-യുടെ വിജയത്തിന് ഉത്തരവാദി ആരാണ്? BJP-യുടെ വിജയത്തിന് ഉത്തരവാദി ഈ മണ്ഡലങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നേമവും കഴക്കൂട്ടവും നമ്മൾ അവർക്ക് സാധ്യത സാമാന്യ നിലയിൽ, കാരണം വെച്ചാൽ പിന്നെ കോർപ്പറേഷനിൽ വിജയിക്കാമെങ്കിൽ അതിൻ്റെ ബലത്തിൽ തന്നെ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് പരിശോധന ഞാൻ പ്രാഥമികമായും പരിശോധിച്ചപ്പോൾ ഇപ്പോൾ അവിടെ R രാജേന്ദ്രൻ, നേരത്തെ VS ജയലാലാണ് CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ 2 വട്ടം മത്സരിച്ച് ജയിച്ചതെന്ന് തോന്നുന്നു. ആ സ്ഥാനാർത്ഥിയെ മാറ്റി പാർട്ടിക്കുള്ളിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് ഈ R രാജേന്ദ്രൻ വരുന്നത്. R രാജേന്ദ്രനും പൊതുസമ്മതി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നത്. മറ്റൊരു വശത്ത് ഗോപകുമാർ ഈ നിലയിൽ പിന്നെ ജനങ്ങളോട് വളരെ അടുത്ത ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെ വളരെ അടുത്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ സഹായിച്ചു. ഇതിനെല്ലാം പുറമെ BJP-യുടെ വോട്ട്, പിന്നെ ചാത്തന്നൂരിൽ ഈ പിന്നെ LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ കാര്യമായ ഇടിവ് വന്നിട്ടുമില്ല. അപ്പോൾ അത് നമ്മൾ കാണേണ്ടത് ഒന്നുകിൽ R രാജേന്ദ്രനോടുള്ള രാജേന്ദ്രൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പിന്നെ ജയലാലിൻ്റെ അത്രയും ജനപ്രീതി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വോട്ട് പിന്നെ അവിടെ നിന്നാണോ പോയത് എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഈ 3 സീറ്റിലേക്ക്
അവർ കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഒരു സീറ്റിൽ ജയിച്ചാൽ പോലും അത് അവരുടെ വിജയമായി കാണണം. കാരണം അത്രയും ശക്തമായ രണ്ട് മതേതര മുന്നണികളെന്ന് അവകാശപ്പെടുന്ന മുന്നണികളോട് അവർ ഫൈറ്റ് ചെയ്ത് അവർ 3 സീറ്റ് നേടുന്നുണ്ടെങ്കിൽ, കാരണം കേരളത്തിന് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു കാലം വരെ കേരളത്തിൻ്റെ ആ എക്സെപ്ഷൻ ആയിരുന്നു, ഒരു കാരണവശാലും ഇവിടെ അവർക്ക് വളരാൻ കഴിയില്ല എന്ന എക്സെപ്ഷൻ ആയിരുന്നു കേരളത്തിൽ ഈ രണ്ട് മുന്നണികളെയും പ്രസക്തമാക്കിയിരുന്നത്. ആ പ്രസക്തിയിൽ ഒരു ഇടിവ് വന്നു എന്നാണ് അവരുടെ ആ വിജയം തെളിയിക്കുന്നത്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ അതിൽ ഉത്തരവാദിത്വമുണ്ട്. യെസ്, അങ്ങനെ UDF അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രി ചർച്ചകളിലേക്കാണ് UDF കടക്കുക. വരും ദിവസങ്ങളിൽ അതേക്കുറിച്ച് നമുക്കും ചർച്ച ചെയ്യേണ്ടി വരും.